കഴിഞ്ഞ 4 പതിറ്റാണ്ടായി മലയാളിയുടെ മനസ്സിൽ ഒരു ഭാവഗാനം പോലെ പതിഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വം, കടഞ്ഞെടുത്ത സ്വരമാധുരിയുടെ ഉടമ, മഞ്ഞലയിൽ മുങ്ങിത്തോർത്തിയ മധുമാസ ചന്ദ്രിക പോലെ നിറവും നിനവുമുള്ള ഗായകൻ. അതെ, ശ്രീ പി ജയചന്ദ്രനാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. മലയാളിയുടെ മനസ്സിൻ്റെ ഭാഗമായ ശ്രീ ജയചന്ദ്രനെ ഞാനിതാ സന്തോഷപൂർവ്വം, സ്നേഹപൂർവ്വം, ബഹുമാനപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കട്ടെ. ശ്രീ പി ജയചന്ദ്രൻ. മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി മുതൽ ഏകദേശം ഒരു 8,000-ഓളം പാട്ടുകൾ പാടിയിട്ടുണ്ടാവും കഴിഞ്ഞ 40 വർഷത്തിലുണ്ടാവും. കഴിഞ്ഞ 40 വർഷമായി സിനിമയിൽ പാടുന്നു. മലയാളികളുടെ മനസ്സിൽ എന്നും ഇഷ്ടപ്പെട്ട ഗായകനായിട്ട് ഇങ്ങനെ നിലനിൽക്കുകയാണ്. ജയേട്ടൻ വന്നതിന് ശേഷം ഒരുപാട് പുതിയ ഗായകർ വന്നു അല്ലേ? എന്നാലും ഇപ്പോഴും ജയചന്ദ്രൻ എന്ന ഗായകന് മലയാളത്തിലുള്ള ആ സ്ഥാനം ഇന്നും അതുപോലെ നിലനിർത്തി. അത് ഒരുപടി കുറച്ചുകൂടെ നന്നായിട്ടേ ഉള്ളൂ പിന്നീട് ഈ അടുത്ത കാലങ്ങളിലൊക്കെ ആയിട്ട്. എന്താണ് അങ്ങനെ ആ സ്ഥാനം എപ്പോഴും അങ്ങനെ നിലനിർത്താൻ സാധിക്കുന്നത് എങ്ങനെയാണ്? അല്ല, ദൈവത്തിൻ്റെ കരുണ തന്നെ. ദൈവത്തിൻ്റെ കാരുണ്യമുണ്ട്. എന്നാലും നമ്മുടെ ഭാഗത്തു നിന്നൊരു ശ്രമങ്ങൾ, അതല്ലെങ്കിൽ ആര്യമായിട്ട് ശ്രമങ്ങളൊന്നുമില്ല, അങ്ങനെ ജോളിയായിട്ട് പോവും, ഒഴുകി കൊടുക്കുക. അത് തന്നെ. അല്ല, എന്നാലും ഇതിൻ്റെ ഒരു ഡെഡിക്കേഷൻ, ഇതിന് കൂടുതൽ പാട്ടുകൾ കേൾക്കുന്നുണ്ട്. ഞാൻ നല്ലൊരു ലിസണറാണ്. പാട്ടുകാരനൊക്കെ കൂടുതൽ വലിയൊരു ശ്രോതാവാണ് ഞാൻ എന്ന് പറയായിരിക്കും. ശരി, ഞാൻ ഒരുപാട് പാട്ടുകൾ കേട്ടുകൊണ്ടിരിക്കും. എപ്പോഴും മ്യൂസിക്കിൽ ഇങ്ങനെ റഫി സാഹിബിൻ്റെ ആയിട്ടോ, തലത്ത് മുഹമ്മദിൻ്റെ ആയിട്ടോ, മലയാളത്തിലാണെങ്കിൽ ദാസേട്ടൻ്റെ ആയിട്ടോ, മറ്റേ സുശീലാമ്മയായിട്ടോ, അങ്ങനെ ആരാണെങ്കിൽ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കും. ഇപ്പോൾ തമിഴിലാണെങ്കിൽ സൗന്ദരരാജൻ്റെ, TM സൗന്ദരരാജൻ്റെ പാട്ടുകൾ, അങ്ങനെ എല്ലാം എപ്പോഴും കേട്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഒരു പാട്ട് കേൾക്കാത്ത സമയം ഉണ്ടാവില്ല എപ്പോഴും. അങ്ങനെ ആ ഒരു ഇതുകൊണ്ടായിരിക്കും ചിലപ്പോൾ. അതാണ് ചേട്ടൻ്റെ ഒരു ഹോംവർക്ക് എന്ന് പറയുന്നത്. ഇപ്പോഴും TMSൻ്റെ ഒക്കെ പാട്ടുകൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കും. റഫി സാഹിബിൻ്റെ എല്ലാ റഫി സാഹിബിൻ്റെ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കും. പിന്നെ TV വരുന്നുണ്ട്, കൂടാതെ കാസറ്റ്സും റെക്കോർഡ്സൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കേട്ടുകൊണ്ടിരിക്കും. ബെസ്റ്റ് സെലക്ഷൻ ആണ്, സെലക്റ്റഡ് ആയിട്ടുള്ള സോങ്സ് എടുത്തിട്ട് സുശീലാമ്മയുടെ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കും. ഇപ്പോഴും മനസ്സിലുള്ളൊരു ഇഷ്ടഗായകൻ ആരാണ്? ഇഷ്ടഗായകൻ എന്ന് പറഞ്ഞാൽ റഫി സാഹിബ്, മുഹമ്മദ് റഫി. ശരിക്കും ചേട്ടൻ ആദ്യം പാട്ടുകൾ പാടി, ഇപ്പോൾ കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് പാട്ടുകൾ പാടി തുടങ്ങുന്ന റഫി സാഹിബിൻ്റെ പാട്ടുകളല്ലേ? അല്ലല്ല, ആദ്യത്തെ തുടങ്ങുന്ന കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കമുകറ സാറിൻ്റെ അന്നൊക്കെ നാടകഗാനങ്ങളാണ് പ്രധാനത്തോടെ തുടങ്ങിയത്. നാടകഗാനങ്ങൾ, നമ്മുടെ സ്റ്റേജ് സോങ്സ്, ഈ ലളിതഗാനങ്ങളുണ്ട്, അതാണ് അന്നത്തെ പോപ്പുലർ സോങ്സ്. അന്നത്തെ നാടകഗാനങ്ങൾ ദേവരാം മാഷ് ഒക്കെ ചെയ്തിട്ട് നാടകഗാനങ്ങളുണ്ട്. അത് കൂടാണ്ട് നമ്മൾ സ്റ്റേജിലൊക്കെ പാടുന്ന ലളിതഗാനങ്ങളുണ്ടായിരുന്നു പല. അതിൻ്റെയൊക്കെ റെക്കോർഡുകൾ ഇറങ്ങുമായിരുന്നു. റെക്കോർഡ്സ് ഇറങ്ങുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഭയങ്കര പോപ്പുലറാണ്, എല്ലാവരും സ്റ്റേജിൽ പാടുന്ന പാട്ടുകളാണ് ഓരോരുത്തർ. ഇപ്പോൾ എൻ്റെ റിലേറ്റീവ് ഉണ്ടായിരുന്നു, ഇപ്പോൾ ഈ അടുത്ത് മരിച്ചുപോയി അദ്ദേഹം, ഗോകുലപാലൻ എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹത്തിൻ്റെ പാട്ടുകളൊക്കെ ഉണ്ട്. ഈ ഒരുപാട് ഈ ചന്ദന ശീതള എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ലൈറ്റ് സോങ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ സ്റ്റേജിൽ പാടാറ് ഞാൻ. പിന്നെ ദേവരാം മാഷ വെണ്ണിലാവേ എന്നൊരു പാട്ടുണ്ടായിരുന്നു, അത് സ്കൂൾ ലെവലിലൊക്കെ പാടിക്കൊണ്ട്. വെണ്ണിലാവേ വെണ്ണിലാവേ പാതിരാവിൻ പനിനീരേ നീലവിണ്ണിൻ വീണുണങ്ങും മിന്നി നിൽക്കും മിഴിനീരേ വെണ്ണിലാവേ വെണ്ണിലാവേ പാതിരാവിൻ പനിനീരേ ഒരു പാട്ട്. അതൊക്കെ സ്റ്റേജിലെ, പണ്ടത്തെ സ്റ്റേജിൽ പാടുന്നത്. മറ്റേത് ചന്ദന ശീതള നീലനിലാവണി കുന്തള കോമള നാടേ എന്ന് പാട്ടുണ്ട്. അതൊക്കെ സ്റ്റേജിൽ പണ്ട് ആ കാലത്തൊക്കെ പാടിയിരുന്ന പാട്ടല്ല. പിന്നെ കമുകറ സാറിൻ്റെ പോകുന്നു പോകുന്നു ഞാൻ തരുമുഖാനുവാദം സഖി തരുമുഖാനുവാദം സഖി പോകുന്നു പോകുന്നു ഞാൻ ഒരു പാട്ടുണ്ട്. അതൊക്കെ അവിടെ ഫിലിമിലെ പാട്ടുകളല്ല, ലളിതഗാനങ്ങളാണ്. അതൊക്കെ പാടും, സ്റ്റേജിൽ പാടും, അങ്ങനെ കോമ്പറ്റീഷന് പാടും, പ്രോഗ്രാംസിന് പാടും. അങ്ങനെ അന്നത്തെ കാലത്തൊക്കെ അതാ പാട്ടുകൾ. ആദ്യം ജയചന്ദ്രൻ എന്ന പേരുള്ള ഈ തമ്പുരാൻ മൃദംഗം വായിച്ചുകൊണ്ടല്ലേ സ്റ്റേജ്? അതെ, ഞാൻ മൃദംഗിസ്റ്റായിരുന്നു ആദ്യം. ഞാൻ 5-6 കൊല്ലം ആലുവയിൽ പഠിക്കുന്ന കാലത്തൊക്കെ 56, 53, 54 തൊട്ട് ഞാൻ ആലുവയിലായിരുന്നു 4 കൊല്ലം. അപ്പം അന്നൊക്കെ മൃദംഗം അവിടെ എന്നെ മാസ്റ്റർ പഠിച്ച് വീട്ടിൽ വെച്ച് മൃദംഗം പഠിപ്പിക്കുകയായിരുന്നു. അന്ന് പാലിയത്ത് അല്ലേ താമസിക്കുന്നത്? അല്ല, അന്ന് ആലുവയിൽ. ചെന്നമംഗലം പാലിയത്ത് കൊട്ടാരത്തിലില്ല? അല്ല, പാലിയത്ത് അപ്പോൾ താമസമില്ല. പാലിയത്ത് ഞങ്ങൾ ഇപ്പോൾ വിട്ടിരിക്കണു. പാലിയത്ത് ഇപ്പോൾ അവിടെ നമ്മുടെ റിലേറ്റീവ്സൊക്കെ ഉണ്ട്. ഇപ്പോൾ ഞങ്ങൾ താമസിച്ചിരുന്ന ആലുവയിൽ തോട്ടക്കാട്ടുകര എന്ന സ്ഥലമുണ്ട്, അതിനോടായിട്ടാണ് താമസം.
ആലുവ കുളിച്ച് താമസമൊക്കെ ആയിരുന്നു അവിടെ ഞങ്ങളത്. അപ്പോൾ 4 കൊല്ലം അവിടെ സെൻറ്റ് മേരീസ് സ്കൂളിലാണ് പഠിച്ചിരുന്നത്. അപ്പം അപ്പോഴാണ് നമ്മുടെ പാട്ടിൻ്റെ തുടക്കം. ആക്ച്വലി അന്ന് പാട്ട് പാടി തുടങ്ങിയിരുന്നില്ല, മൃദംഗമായിരുന്നു. സ്ഥിരമായിട്ട് മൃദംഗം ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്ന, പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നതൊക്കെ. അപ്പോൾ പിന്നെ ഇടയ്ക്ക് കച്ചേരിക്കൊക്കെ പോകും, ചെറിയ ചെറിയ കച്ചേരിനൊക്കെ പോകും, മൃദംഗം വായിച്ചിട്ട് പോകും. അങ്ങനെയായിരുന്നു. പക്ഷേ എന്നെ പാടിച്ച ഒരു വർഗീസ് എന്ന് പറഞ്ഞ ഒരാളുണ്ട് അവിടെ അദ്ദേഹം മരിച്ചുപോയി ആലുവയിൽ. അദ്ദേഹം പള്ളികളിൽ ഈ ചർച്ചസ് ഇല്ലേ അവിടെ അതിന് കോയറും അവിടുത്തെ ഓരോരോ ഈ അവിടുത്തെ ഭക്തിഗാനങ്ങളുണ്ട്, ക്രിസ്ത്യൻ ഡിവോഷൻ സോങ്സ്, അത് പാടാൻ എന്നെ വിളിച്ചോളും. 10 വയസ്സുള്ളൂ എനിക്ക്, എന്നെ വിളിച്ചുകൊണ്ട് പോകും. അങ്ങനെയാണ് തുടങ്ങിയത്, ഞാൻ പാടി തുടങ്ങിയത്. അപ്പോൾ എൻ്റെ വഴി പാട്ടാണെന്നുള്ള തിരിച്ചറിയുന്നത് ഈ വർഗീസിലൂടെയാണല്ലേ? വർഗീസ് പഠിച്ചു പാട്ടത് വഴി അപ്പോഴും തീരുമാനിച്ചിട്ടില്ല എൻ്റെ ലൈൻ അതാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എന്നെ വരും വിളിച്ചുകൊണ്ട് പോകും, ഞാൻ പാടുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ അന്ന് ഫീമെയിൽ വോയിസ് അല്ലേ, കൊച്ചു പയ്യന് ചെറിയ. ശരിക്കും പാടി തുടങ്ങിയ പാട്ടുകാരനാവും എന്ന് പറഞ്ഞാൽ ഇരിഞ്ഞാലക്കൂടെ നാഷണൽ സ്കൂളിൽ വന്ന രാമാ മാഷ് വന്നപ്പിന്നെയാണ് ഞാൻ ഒരു പാട്ടുകാരനാവും എന്നുള്ളൊരു പാട്ടുകാരനാണെന്ന് മനസ്സിലായത് മാഷ് വന്നപ്പിന്നെയാണ്. മാഷാണ് എന്നെ ഒരു പാട്ടുകാരനാക്കിയതെന്ന് പറയാം. പാട്ടിലേക്ക് തിരിച്ചു സംഗീതാഭ്യാസം ഉണ്ട്? അഭ്യാസം അപ്പം പഠിച്ചിരുന്നില്ല. അപ്പോൾ ഈ കച്ചേരികൾ ഒരുപാട് കേട്ടിരുന്നു. ഈ മൃദംഗം വായിക്കുന്ന കാരണം അന്ന് വരുന്ന ഈ പണ്ട് ആലുവ ടാസ് ഹാളിൽ വരുന്ന വലിയ വലിയ ചെമ്മാങ്കുടി ശ്രീനിവാസേരം, മധുരൈ മണിയർ, അവരുടെയൊക്കെ കച്ചേരികൾ കേൾക്കാൻ പോകും. അന്ന് മൃദംഗം അങ്ങനെ വരുമ്പോൾ അങ്ങനെ പാട്ട് കേട്ട് അന്ന് ഒരുപാട് സിനിമ. പിന്നെ പഴയ ഹിന്ദി സോങ്സൊക്കെ, ബിനാക്ക ഗീത് മാലയിലൊക്കെ പഴയ ഹിന്ദി സോങ്സൊക്കെ ഉള്ളൂ, അതിങ്ങനെ കേട്ട റഫി സാഹിബിൻ്റെ, മുകേഷിൻ്റെ, അതെല്ലാം അങ്ങനെ കേട്ടിങ്ങനെ, ലതാജിയുടെ ഒക്കെ പാട്ട് ഇങ്ങനെ കേട്ട് അങ്ങനെ ആ കാലം മുതലേ പാട്ട് കേട്ടപ്പോൾ അന്നും പാട്ടിനോട് ഇങ്ങനെ ഒരു ആഗ്രഹം, ഭയങ്കര ആഗ്രഹമാണ്. പിന്നെ എൻ്റെ ചേട്ടൻ പാടിയിരുന്നു. ചേട്ടൻ മരിച്ചുപോയി, സുധാകരൻ. അദ്ദേഹം പാടിയിരുന്നു. ഇന്നസെൻ്റ് ചേട്ടനൊക്കെ പറയുമായിരുന്നു. അതെ, ചേട്ടനേക്കാൾ നല്ല പാട്ടുകാരനാണ്. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം ദാസേട്ടൻ്റെ വലിയ ഫ്രണ്ടായിരുന്നു. അതെ, സുധാകരൻ എന്നാ പേര്. ദാസേട്ടൻ വലിയ ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു. പക്ഷേ അദ്ദേഹം കലാരംഗത്തേക്ക് വന്നില്ല. അങ്ങനെ അത് ആ സമയത്ത് തന്നെ വരാമായിരുന്നു. അത്ര ടാലൻറ്റഡ് ആയിരുന്നു. അങ്ങനെ പുള്ളിയും എന്നെ പഠിപ്പിച്ചിരുന്നു പാട്ട്. അദ്ദേഹം ചേട്ടനെ ഒരുപാട് പാട്ട് കുട്ടിക്കാലം പാടാനായിട്ട് ഇങ്ങനെ ട്രെയിൻ ചെയ്തിരുന്നു. ചേട്ടൻ്റെ ട്രെയിനിങ് ഉണ്ട് എനിക്ക് ലൈറ്റ് മ്യൂസിക്കിൽ വരാനായിട്ട്. ഒരു മത്സരത്തിനൊക്കെ ഒരു വേദിയിൽ അങ്ങനെ ആദ്യം പാടിയ പാട്ട് അങ്ങനെ വല്ലതും ഓർക്കുന്നുണ്ടോ ചേട്ടൻ? മത്സരത്തിന് വേദിയിൽ പാടിയെന്ന് പറഞ്ഞാൽ സ്കൂളിലായിരിക്കും. ഞാൻ സ്കൂളിൽ ചെറിയ ചെറിയ കോമ്പറ്റീഷൻസ് അങ്ങനെ പാടിയതായിരിക്കും. എന്നാലും വളരെ പെട്ടെന്ന് അറിയപ്പെടുന്ന ഈ പാട്ടുകൾ തന്നെ, വെണ്ണിലാവേ, ചന്ദന ശീതള, ഈ പാട്ടുകളൊക്കെയാണ് മത്സരത്തിൽ അന്ന് പാടിയിരുന്നത്. സിനിമയിൽ ഇപ്പോൾ മഞ്ഞളയിൽ മുങ്ങിത്തോർത്തിയാണ് ആദ്യത്തെ ഗാനം എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. പക്ഷേ ആദ്യം പാടിയത് കുഞ്ഞാലി മരക്കാർ, അതിൽ ഒരു മുല്ല പൂമാലയുമായി എന്നൊരു പാട്ടുണ്ട്. അതാണ് എൻ്റെ ആദ്യത്തെ പാട്ട്, റെക്കോർഡ് ചെയ്ത പാട്ട്. പലരും ആ പാട്ട് കേട്ടിട്ടുണ്ടാവില്ല. അത് കേട്ടില്ല. ആ പടം ഇറങ്ങിയത് പിന്നെ ആദ്യം ഇറങ്ങിയത് കളിത്തോടനാണല്ലോ. പിന്നെ അത് ഇറങ്ങിയിട്ട് അത് അത്ര പോപ്പുലർ ആയില്ല ആ പാട്ട്. മറ്റേ കുഞ്ഞാലി മരക്കാരല്ല പാട്ട് അല്ല. അതൊന്ന് പാടാവോ? ഒരു മുല്ലപ്പൂമാലയുമായി നീന്തി 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 വന്ന് ഒന്നാം കടലിൽ മുങ്ങാങ്കുഴിയിട്ടൊന്നാം തിരമാല, ഒന്നാം തിരമാല, ഒരു മുല്ലപ്പൂമാലയും. അതിൻ്റെ കൂടെ പാടി പ്രേമ എന്ന് പറഞ്ഞ സ്ത്രീയുണ്ട്. അവരിപ്പോൾ അമ്മൂമ്മയായിട്ട് ഇവിടെ കോഴിക്കോട്ടിരിക്കുന്നുണ്ട്. ജയചേട്ടൻ ഇപ്പോഴും കുഞ്ചാക്കോ ബോബന് വേണ്ടി വരെ പാടിക്കൊണ്ട് ഇപ്പോഴും നല്ല ചെറുപ്പക്കാരനായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് ഭാഗ്യം അല്ലേ?